ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മുംബൈ ചാനൽ വിൻറ്റേണം. NSE മാർക്കറ്റ് മാത്രമല്ല MCX, ഫോറക്സ്, ക്രിപ്റ്റോ അടങ്ങുന്ന കംപ്ലീറ്റ് മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻറ്റയുടെ സപ്പോർട്ടാണ്. അപ്പോൾ ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ് തിരിച്ചറിഞ്ഞ് ആക്യുറേറ്റ് ആ ട്രേഡ് എടുക്കാനായിട്ട് നമ്മുടെ വിൻറ്റയുടെ സോഫ്റ്റ്വെയറിലെ ലേറ്റസ്റ്റ് വേർഷൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡ് വേസ് മാർക്കറ്റ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. പ്രോപ്പർ ട്രേഡ്, അതായത് നമുക്ക് ഫേക്ക് ബ്രേക്ക്ഔട്ടും സ്ട്രോങ് ബ്രേക്ക്ഔട്ടും തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നിഫ്റ്റിയിൽ മാർക്കറ്റ് സൈഡ് വേസ് മോർണിംഗിൽ നല്ലൊരു ഡൗൺ സൈഡ് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇടയ്ക്കുന്ന മാർക്കറ്റ് സൈഡ് വേസ് പോയി ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് തന്നെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ സോഫ്റ്റ് അവിടെ അപ്പ് സൈഡിൻ്റെ ഇൻഡിക്കേഷൻ സ്ട്രോങ് ആയിട്ട് തന്നില്ല എന്ന് മാത്രമല്ല, കറക്റ്റായിട്ട് അത് ഡൗൺ സൈഡിലേക്കുള്ള ഇൻഡിക്കേഷൻ ആണ് കാണിച്ചു തന്നിരുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ സ്കാൽപ്പിങ്ങിൻ്റെ പെർഫോമൻസിൽ നമുക്ക് ഡൗൺ സൈഡ് തന്നെയാണ്. മോർണിംഗിൽ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് ഇപ്പോഴും ഡൗണിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. 9.4 വന്ന സെൽ ട്രേഡ് ഇപ്പോഴും റണ്ണിംഗ് ആണ്. 61 പോയിന്റോളം ഡൗൺ ഇറങ്ങി നിൽക്കുന്നു. ഇപ്പോഴും മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാൻ തന്നെ പറയുന്നു. അതേപോലെ തന്നെ ഇന്നലെ ക്ലോസിംഗ് ലെവലിൽ വന്ന ബൈ സൈഡ് ആണെങ്കിലും നല്ലൊരു ഹൈക്ക് മാർക്കറ്റ് കയറി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് കറക്റ്റ് അതിൻ്റെ ഇൻഡിക്കേഷൻ സ്ട്രോങ് ബ്രേക്ക്ഔട്ടും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇതിൽ നമുക്ക് 5 മിനിറ്റ്സ് സെറ്റ്. ഇപ്പോൾ ക്രൂഡ് ഓയിലൊക്കെ ആണെങ്കിൽ 5 മിനിറ്റ്സ് സ്കാൽപ്പിങ്ങും 15 മിനിറ്റ്സ് ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആ ട്രേഡ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 5 മിനിറ്റ്സിലാണ് നമുക്ക് സ്കാൽപ്പിംഗ്, അതായത് ചെറിയ ട്രേഡുകൾ നമ്മൾ M5-ലിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 5 മിനിറ്റ്സിലാണ് ചെറിയ ട്രേഡുകളൊക്കെ നമ്മൾ M5-ലൂടെയാണ് പിടിക്കുന്നത്. 5 മിനിറ്റ്സിലാണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പൺ ആയ ശേഷം നമുക്ക് രാവിലെ 9:04 നമ്മുടെ സോഫ്റ്റ്വെയർ സെൽ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. റെഡ് കളർ ഡൗൺ ആരാണ് സെൽ ഇൻഡിക്കേഷൻ, ഗ്രീൻ കളറാണ് ബൈ. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ മോർണിംഗിൽ തന്നെ കിട്ടി 9:04. അതിന്റെ എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ടാർഗറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നൽസ് വന്ന് അലേർട്ട് കിട്ടും. അപ്പോൾ അതോടൊപ്പം നമുക്ക് കൺഫർമേഷൻ, അതായത് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ സെക്കൻഡ് ക്യാൻഡിൽ കയറി എടുക്കുന്നതിന് ഇവരെ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം എടുക്കുക. അപ്പോൾ കൺഫർമേഷൻ വന്ന് ബ്രേക്ക് ഔട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്, സപ്പോർട്ട് ലെവൽ കട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് ഇപ്പോഴും താഴ്ത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഡൗൺ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ സോഫ്റ്റ് പറയുന്നത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് കയറാൻ ശ്രമിക്കുന്നു. ട്രെൻഡ് ഇവിടെ ചേഞ്ച് ആവാൻ നമുക്ക് ഈ ടൈം ഫ്രെയിമുകളിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം ഇന്നലെ വന്ന ട്രേഡും സിഗ്നൽ വന്ന കൺഫർമേഷൻ വന്ന കറക്റ്റ് ലെവലിൽ അവിടെ റെസിസ്റ്റൻസ് സ്ട്രോങ് ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് ഒറ്റയടിക്ക് കയറിപ്പോയിട്ട് ക്ലോസിംഗ് ലെവലിൽ ഒരു നല്ല റിട്ടേൺസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് 15 മിനിറ്റ്സിൽ അതിന് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. 15 മിനിറ്റ്സ് ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്. 15 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ വന്ന സെല്ല് അവിടെ കൺഫേം ആയിട്ടില്ല. കൺഫർമേഷൻ സപ്പോർട്ട് അടിച്ചപ്പോഴത്തേക്ക് അവിടെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ആ ബ്ലൂ കളർ സ്റ്റാർ ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് എടുക്കാമായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നോക്കുകയാണെങ്കിൽ 72 പോയിന്റുകൾ ഇപ്പോഴും ഇറങ്ങി നിൽക്കുകയാണ് മാർക്കറ്റ്. മോർണിംഗിൽ തന്നെ സെല്ല് നമുക്ക് തന്നിട്ടുണ്ട്. സോഫ്റ്റ്വെയർ കറക്റ്റ് ഇൻഡിക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കൺഫർമേഷൻ എവിടെ നിന്നാണ്, ബ്രേക്ക്ഔട്ട് എവിടെ നിന്നാണ് പോകുന്നത് കറക്റ്റായിട്ട് തിരിച്ചറിയാം. ഇൻ കേസ് നമ്മളൊരു ട്രേഡ് എടുത്ത് കൺഫർമേഷൻ വന്നതിന് ശേഷം ട്രേഡ് എടുത്ത് റിവേഴ്സ് പോകാനുള്ള സാഹചര്യം നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് സോഫ്റ്റ്വെയർ അതിൻ്റെ എക്സ്ട്രാ കളർ വഴി നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ കറക്റ്റായിട്ട് തരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സെൽ ഇൻഡിക്കേഷൻ കറക്റ്റ് ലെവലിൽ കൺഫേം വന്നതിന് ശേഷം മാർക്കറ്റ് അവിടെ റിവേഴ്സ് പോയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് അവിടെ എക്സ്ട്രാ കളർ ഹോളോ ക്യാൻഡിൽസ് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട് എക്സിറ്റ് ചെയ്യാനായിട്ട്. അവിടെ ഇൻഫർമേഷൻസ് ആ കറക്റ്റ് പോയിന്റിൽ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്ത് വിടാൻ പറ്റും. അപ്പോൾ ഒരുപാട് റിവേഴ്സ് പോകുന്നതിന് എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ സഹായിക്കും. അതോടൊപ്പം ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 1 സൈഡ് മൂവ്മെന്റ് ആണ്. നല്ല റിട്ടേൺസ് ആണ് കിട്ടി. മോർണിംഗിൽ ഡൗൺ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ക്ലോസിംഗ് ലെവലിന് ശേഷം ഡൗൺ ഉണ്ടായിരുന്നു. ഹ്യൂജ് റിട്ടേൺസ് എടുക്കാൻ പറ്റുന്ന മാർക്കറ്റാണ് നമുക്ക് ക്രൂഡ് ഓയിൽ. അതേപോലെ തന്നെ ഇന്നത്തെ നിഫ്റ്റിയിൽ ട്രേഡ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് ലെവലിൽ സെല്ല് വന്നതിന് കണ്ടിന്യൂസ് ആയിട്ട് മോർണിംഗിൽ സപ്പോർട്ട് അടിച്ച് താട്ടിറങ്ങുമായിരുന്നു. മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് നല്ല റിട്ടേൺസ് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് അപ്ടണിലേക്ക് കയറാൻ നോക്കിയെങ്കിലും 1-2 പ്രാവശ്യം കയറിയെങ്കിലും നമുക്ക് സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് തന്നെ ഉണ്ടാകുന്നില്ല. ഷോർട്ട് അടിക്കാനുള്ള പോർഷൻ നമുക്ക് 1 മിനിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് 5 മിനിറ്റ്സ് നോക്കുമ്പോൾ അവിടെ സോഫ്റ്റ് സെല്ല് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറയുകയാണ്. താഴെ റെഡ് തന്നെയായിരുന്നു. ലാസ്റ്റ് വന്ന സെൽ ഇൻഡിക്കേഷൻ 2.25 ശേഷം വന്നതാണ്. അത് പ്രകാരം നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് 64 പോയിന്റ്സിലാണ് ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ്. നല്ല റിട്ടേൺസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കറന്റ് സ്ട്രൈക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയറിൽ അവിടെ വ്യൂവിൽ സിമ്പിൾസ് ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പ്രീമിയം ചാർട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിൽ ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.